മൂസിയെ നമുക്കിന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് കാണിച്ചാലോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് അല്ലേ? എന്നാലേ 12 ലക്ഷത്തിന് 680 സ്ക്വയർ ഫീറ്റിൽ ഒരു അടിപൊളി വീട് കണ്ടാലോ? അസ്സലാമലൈക്കും, നമസ്കാരം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുന്നത്. വെറും 12 ലക്ഷം രൂപയ്ക്ക് 6 സെന്റ് സ്ഥലത്ത് 2 ബെഡ്റൂമോട് കൂടി 680 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീട്. ഈ മനോഹരമായ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് മുട്ടിക്കാടുള്ള മുസ്തഫ ഫാത്തിമ ദമ്പതികളുടെ വീടാണ് കേട്ടോ. മാത്രമല്ല എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ വീടും കൂടിയാണ്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. ആദ്യം തന്നെ നമുക്കിതേ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് നോക്കിയാലോ. ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ഒതുങ്ങിയ ഡിസൈനിൽ എന്നാൽ അടിപൊളിയായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതേ ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ ബോർഡേഴ്സിനെയും അതുപോലെ തന്നെ ഒരു വശത്തെ ഇതേ ആ ഒരു ഷോവാളിനെയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിങ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ഭാഗത്തെ വോളിനത് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ 2 എക്സ് ലൈറ്റും കൂടാതെ ഒത്തിരി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി അത് മാത്രമല്ല, ദേ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിന്റെ 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഗാർഡൻ സ്പേസ് കൊടുത്ത് അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലായിട്ട് ബേസിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. 300-150 സൈസിലാണ് കേട്ടോ ഇവിടെ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലായിട്ട് എൽ ഷേപ്പിൽ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലായിട്ട് ക്ലാഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എക്സ് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിറ്റിംഗ് ഏരിയയിലായിട്ടും ഗ്രാനൈറ്റിനാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇവിടെ ഇരിക്കാനായിട്ട് ഒരു 3 സീറ്റർ ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 8500 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ബാക്ക് ബോളിലായിട്ട് ഇതാ 2 സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. സീലിംഗിൽ ഇതേ നോർമൽ ആയിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ അതേ ഫ്രെയിം വന്നിട്ട് ഇരുളും മഹാഗണി വുഡിലാണ് കേട്ടോ ഡോർ ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോർ ആണ് വരുന്നത്. സ്റ്റീലിന്റെ 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഡോറിലായിട്ട് ഇതുപോലെ അതേ അടിപൊളിയായിട്ട് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. 300-438 സൈസിലാണ് കേട്ടോ ഈ ഒരു ഹോള് വരുന്നത്. ഇവിടെ ഫ്ലോറിലായിട്ട് ഇതാ വൈറ്റ് കളറിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് കയറി വന്നാൽ നമ്മുടെ 680 സ്ക്വയർ ഫീറ്റിലെത്തി അത്യാവശ്യം വലിയൊരു ഹോൾ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലിവിംഗ് ഡൈനിങ് എന്ന് പറഞ്ഞ് പ്രത്യേകം പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നല്ലൊരു സൗകര്യമുള്ള ഹോളിൽ ഈ ഒരു കോർണറിലായിട്ട് തന്നെ നമ്മുടെ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റ് ആണ് കേട്ടോ ഇത്. 3 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് വരുന്നത്. ഏകദേശം 9000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്പേസിലേക്ക് ഒതുങ്ങിയ ഒരു ടേബിളിനാണ് ഏകദേശം ഒരു 21000 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. ഈ ഹാളിലേക്ക് ഒത്തിരി പ്രകാശം കിട്ടുന്ന തരത്തിലാണ് ഇവിടെ വിൻഡോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടുന്ന് നമ്മളിത് ഇനി ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സ്ക്വയർ മിറർ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ വരുന്ന ഒരു വാഷ് ബേസൺ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഓരോ സ്പേസിലേക്കും അതിനനുസരിച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തതുകൊണ്ട് ഈ ഹോള് ഒട്ടും ഇടുങ്ങിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ നേരെ കാണുന്ന തരത്തിൽ ഇവിടെ വോളിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ വോളിലായിട്ട് തന്നെ അതേ ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഹോളിന്റെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ബെഡ്റൂംസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമും ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ സ്റ്റെയർ ഒന്ന് നോക്കാം. സ്റ്റെയറിന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിലിംഗ് വരുന്നില്ല. ഇവിടെ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ മുകളിലായിട്ട് ഉള്ളിലേക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ഹോളിലെ കോമൺ ബാത്റൂം ഒന്ന് നോക്കിയാലോ.
140, 174 സൈസിലാണ് ഈ ബാത്റൂം വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ അതേ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ. 300 സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടാ. ഇവിടെ ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്ക് വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 ഡോർ വിൻഡോയും ആണ് വരുന്നത്. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് വാർഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ടും 4 വശത്തായിട്ട് 4 LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് 300 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഇവിടെയും ചുമരിനോട് ചേർന്നത് ഈ കോർണറിലായിട്ട് ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഇനി 2 വശത്തായിട്ടും വെന്റിലേഷന് വേണ്ടി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കർട്ടൻസ് വരുന്നില്ല കേട്ടോ. ഇനി അവിടുന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വാളിലായിട്ട് ഒരു വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സീലിംഗിലായിട്ടും LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. 428, 300 സൈസിലാണ് വരുന്നത്. വളരെ നീറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലും ക്രോക്കറി യൂണിറ്റ് ഒക്കെ ചെയ്യാവുന്ന രീതിക്ക് ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. 2 വശത്തായിട്ട് ഗ്യാസ് സ്റ്റൗവിനുള്ളതും അതുപോലെ തന്നെ സിങ്കിനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജിനുള്ള സ്പേസ് വരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇവിടെ വോളിലേക്ക് വരുമ്പോൾ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലോണം പ്രകാശം കിട്ടുന്ന രീതിക്കാണ് കേട്ടോ സെറ്റിംഗ്സ്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗോദറേജിന്റെ ഡബിൾ ഡോർ വരുന്ന ഫ്രിഡ്ജ് ആണ് കേട്ടോ. ഏകദേശം 26,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇനി അവിടെ അടുത്തായിട്ട് തന്നെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കിച്ചണിലായിട്ട് നമുക്ക് ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിക്ക് മുകളിലായിട്ട് ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഒരു ടോയ്ലറ്റും ഒരു വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതനുസരിച്ച് ഒരു 730 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് കൂട്ടാതെ നോക്കുകയാണെങ്കിൽ 680 സ്ക്വയർ ഫീറ്റ് തന്നെ ആണ് കേട്ടാ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയയും ബാത്റൂം ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരാനുണ്ട്. അപ്പൊ ഇതുവരെ ഇപ്പോൾ പണി കഴിപ്പിക്കാനായിട്ടുള്ളത് ഏകദേശം ഒരു 12 ലക്ഷം രൂപയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോയിൽ എപ്പോഴും പ്ലാനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് പ്ലാൻ ഒന്നും കാണാത്തത്. അപ്പൊ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണാൻ ശ്രദ്ധിക്കട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.